ലൈനിങ് ഉള്ള ചുരിദാർ കട്ട് ചെയ്യുമ്പം ലെങ്ത് കുറവായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ലൈനിങ് ഇല്ലാത്ത ടൈപ്പ് ചുരിദാർ കട്ട് ചെയ്യുമ്പം ലെങ്ത് കുറവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന് പീസ് വെച്ച് ചേർക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഇതിപ്പോൾ ഒരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു പത്ര പേപ്പറിൻ്റെ പകുതി മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത പേപ്പർ രണ്ടാക്കി മടക്കുക. ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് താഴെ നിന്നും മുകളിലേക്ക് ടേപ്പിൽ നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതുപോലെ താഴെ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച്. ഇനി അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഈ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മളിനി ഈ നൈറ്റിയുടെ പീസ് വയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഈ ലൈനിലേക്ക് കയറ്റി ഒപ്പം വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ലൈനിൽ തന്നെ ആയിരിക്കണം. ഇത് തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി സാധാരണ നൈറ്റി താഴെ നിന്ന് മുകളിലേക്ക് അളവെടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന പോലെ ഈ പത്ര പേപ്പറിൽ നൈറ്റി മെറ്റീരിയലുമായിട്ട് നമ്മൾ അളവ് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 60 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് നമ്മളിത് 60 ഇഞ്ച് അടയാളപ്പെടുത്തി. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പത്ര പേപ്പർ ലെങ്ത് കുറവായതുകൊണ്ട് പത്ര പേപ്പറിലാണ് ഷോൾഡർ വരുന്നത്. കൈക്കുഴിയും അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം കൈക്കുഴിയുടെ നമ്മുടെ പത്ര പേപ്പറിലാണ് വരുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്ന പോലെ എല്ലാ ലൈനുകളും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ഏറ്റവും പുറത്തെ ലൈനുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് പത്ര പേപ്പറിൻ്റെ എവിടെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം തുണിയിലേക്ക് കയറ്റി കട്ട് ചെയ്ത് ഇനി ഈ പേപ്പർ കട്ടിങ്ങിൻ്റെ അതേ അളവിൽ തുണി കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ബോഡി പീസ് വെട്ടിയതിൻ്റെ ഈ സൈഡ് പീസ് അത് കൈ വെട്ടിയതിന് ശേഷം ബാക്കിയുള്ള തുണിയിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനോട് സാമ്യമുള്ള മറ്റൊരു തുണി കട്ട് ചെയ്തിട്ട് നമുക്ക് ആ പീസ് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് വെട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തുണി ഫോൾഡ് ചെയ്തിട്ട് 4 ആക്കി മടക്കി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനും. ഈ ഷോൾഡറിൻ്റെ ഭാഗത്താണ് ഈ പീസ് തയ്ച്ച് പിടിപ്പിക്കേണ്ടത്.